കുഞ്ഞാലിയുടെ കാര്യത്തിൽ ലീഗാണ് സഹായിച്ചതെങ്കിൽ അന്ന് ആന്റണി കോൺഗ്രസിൻ്റെ ഹരിദാസ് വിജയിക്കുന്നത് CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ്. അതിനുശേഷം പിന്നീട് 1980 കഥയാണ്. 1980 ആര്യാടൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ആര്യാടൻ അന്ന് വിജയിക്കുന്നതും എങ്ങനെയാണോ ഹരിദാസ് 1980 വിജയിച്ചത് അതുപോലെ CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ് വിജയിക്കുന്നത്. പിന്നീട് നായനാർ മന്ത്രിസഭയിൽ അംഗമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ 1965-ലും 67-ലും കെ കുഞ്ഞാലിക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കിട്ടുന്നു. 1980 ആദ്യം ഹരിദാസിനും പിന്നീട് നമ്മളുടെ ആര്യാടൻ മുഹമ്മദിനും CPM-ൻ്റെ പിന്തുണ കിട്ടി വിജയിക്കുന്നു. ഇനി 82 വരിക. TK ഹംസയാണ്. അന്ന് TK ഹംസ ആര്യാടൻ മുഹമ്മദിനോട് പരാജയപ്പെട്ട് TK ഹംസ കോൺഗ്രസിൽ നിന്ന് വിട്ടാണ് മത്സരിക്കാൻ വരുന്നത്. അന്ന് ആരുടെ പിന്തുണ കിട്ടുന്നു? പിന്തുണ കിട്ടുന്നത് CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ് വിജയിക്കുന്നത്. അപ്പോൾ CPM-ൻ്റെ ലീഗിൻ്റെ പിന്തുണയില്ലാതെ, കളം വിട്ട് വരുന്നവരുടെ പിന്തുണയില്ലാതെ CPM ആ മണ്ഡലത്തിൽ വിജയിച്ച ചരിത്രമില്ല. അത് പൊളിക്കുന്നത് എപ്പോഴാണ്? അത് പൊളിക്കുന്നത് 2016-ലാണ്. 2016-ലേക്ക് വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ലീഗിൻ്റെ പിന്തുണയില്ല. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആര്യാടൻ്റെ ഫാക്ട് അവിടെ വർക്ക് ചെയ്തു. ലീഗിൽ നിന്ന് കൃത്യമായിട്ട് പാലം വലിച്ചു. അന്ന് ആര്യാടൻ മുഹമ്മദ്, അന്നും ഇന്നും എല്ലാ കാലത്തും ഇന്ദിരാ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആര്യാടൻ മുഹമ്മദിന് ഉള്ളിൽ തന്നെ ഒരു പടയൊരുക്കം നടത്തുന്നുണ്ട്. അവരുടെ വോട്ടും കൂടി പൂൾ ചെയ്ത് ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ 2016-ൽ PV അൻവറിന് കിട്ടുന്നു. അപ്പോൾ ലീഗിന് എങ്ങനെയാണോ 1965-ൽ കൊടുത്തത്, CPM എങ്ങനെയാണോ ഹരിദാസിന് കൊടുത്തത്, ആര്യാടൻ മുഹമ്മദിന് കൊടുത്തത് പിന്തുണ, TK ഹംസയ്ക്ക് കൊടുത്തത് പിന്തുണ, സമാനമായതുപോലെ ആര്യാടൻ വിരുദ്ധ ലീഗ് വോട്ടുകൾ PV അൻവറിന് കിട്ടുന്നുണ്ട്. കോൺഗ്രസ് വോട്ടും കിട്ടുന്നുണ്ട്.